ഡോക്ടർമാരുടെ കുറവും അസൗകര്യങ്ങളും കാരണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ബുദ്ധിമുട്ടുകയാണ്. OP കൗണ്ടറിന് മുൻവശം മഴ പെയ്താൽ ചോർന്നൊലിക്കും. ഫാർമസിയിലെത്തിയാലോ അത്യാവശ്യം മരുന്നുകളുമില്ല. ഇതൊക്കെ എന്ന് ശരിയാവുമെന്ന ചോദ്യത്തിന് കൃത്യമായി ഒരു മറുപടിയുമില്ല. ഇംതിയാസ് കരീം ചേരുന്ന വിവരങ്ങളുമായി. ഇംതിയാസ്, നമ്മൾ എപ്പോഴും പല ആശുപത്രികളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇതാ ഒരു ആശുപത്രി കൂടി, അവിടെയും ഈ ചോർന്നൊലിക്കുന്ന സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിലവിൽ അവസ്ഥ? അതിന് അധികൃതർ എന്താണ് വിശദീകരണം നൽകുന്നത് ഇതിങ്ങനെ തുടരുന്നതിൽ? വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളെല്ലാം ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ OP കൗണ്ടറിന് മുൻവശമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ ആ പ്രശ്നം ഉന്നയിച്ചത്. അതായത് ഇതാണ് ഈ OP കൗണ്ടറിന് മുൻപിലുള്ള ആളുകളൊക്കെ ഇരിക്കുന്നതിൻ്റെ തൊട്ടുമേലെയുള്ള മേൽക്കൂര. ഈ മേൽക്കൂരകളിലെല്ലാം കാര്യമായിട്ട് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്, വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ തന്നെ മഴയൊക്കെ തുടങ്ങി. ആ മഴയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് ആളുകൾ OPയിൽ എത്തുന്ന, ഇവിടെ ചികിത്സക്കായി എത്തുന്ന ഒരു ആശുപത്രി കൂടിയാണിത്. അവിടെയാണ് ഈ രീതിയിൽ വെള്ളം ചോർന്നൊലിച്ച് ഈ സീറ്റുകളിലെല്ലാം വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഒരു പക്ഷേ മഴയൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ആശുപത്രി അധികൃതർക്കോ അതല്ലെങ്കിൽ ഇവിടെയുള്ള അധികാരികൾക്കൊക്കെ ഈ കാര്യത്തിലൊരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇതെല്ലാം ഈ മഴ താൽക്കാലികമായിട്ടെങ്കിലും വെള്ളം വീഴാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായിട്ടില്ല. ആളുകളൊന്നും ഇവിടെ ഇരിക്കുന്നത് പോലും ഒരു പക്ഷേ ആ രീതിയിൽ ഈ വെള്ളമുള്ളത് കൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ ചികിത്സക്കായി വന്നതാണല്ലേ? വെള്ളം ഒലിക്കുന്നൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. ഈ മഴയൊക്കെ വരുമ്പോൾ നേരത്തെ തന്നെ ഒരുക്കേണ്ടതായിരുന്നു സംവിധാനങ്ങളൊക്കെ. അതെ അതെ. എന്താണ് തോന്നുന്നത്, ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ ഈ വെള്ളം ചോർന്നൊലിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. രോഗിക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ, വെള്ളമൊക്കെ വെള്ളം നനഞ്ഞിരിക്കുന്നു. അത് കർശനമായിട്ട് പരിഹരിക്കേണ്ടതാണ്. കുറെ കാലമായോ ഇങ്ങനെ ഇവിടെ പൊട്ടിയിട്ട് ഈ താമരശ്ശേരി? കാലമായെന്ന് അറിയത്തില്ല, ഞാനിപ്പോൾ ഇന്ന് വന്നതാ. ഞാനിത് ഇവിടെ ഇരിക്കാൻ വലിയ പ്രശ്നമുണ്ടോ? ഈ വെള്ളമൊക്കെ ഞാൻ വെള്ളം വീഴല്ലേ, സീറ്റൊക്കെ അങ്ങനെ കിടക്കല്ലേ, ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വന്ന് നിൽക്കാനും എല്ലാത്തിനും തന്നെ വരവ് പോകാനും ഒക്കെ. ഞാൻ കണ്ടില്ലേ, വെള്ളം ആയിട്ട് ഒരൊറ്റ ആക്കും ഇരിക്കാനൊഴിവില്ല. പ്രായ കുട്ടികളൊക്കെ വന്നിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമെന്ന് വെച്ചാൽ അതിനൊന്നും ഒരു സൗകര്യവും ഇല്ല. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് തന്നെ അറിയാനൊന്നും. അതാണ്, അതായത് അസുഖവുമായിട്ട് രോഗവുമായിട്ടാണ് പലരും ഈ OP കൗണ്ടറിന് മുൻപിലേക്ക് എത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ഇവിടെ എത്താറുണ്ട്. അവർക്കാണ് ഒരുപക്ഷെ അസുഖമായി വരുന്നവർക്കൊക്കെ ഒന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ലാതെ ഇപ്പോൾ ഈ OPയുടെ മുൻപിലുള്ള വരിയാണിത്. മണിക്കൂറുകളോളം നിന്ന് വളരെ നേരത്തെ എത്തി ഷീട്ടെടുത്ത് ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയാണ് രോഗികൾക്ക് ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ മുകളിലെ ഷീറ്റ് പൊട്ടി അവിടെ വെള്ളമൊലിച്ച് പ്രശ്നമുണ്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഇതുമാത്രമല്ല, ഇവിടുത്തെ ഡോക്ടർമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാഫ് ഷോർട്ടേജ് കൃത്യമായിട്ട് ഈ ആശുപത്രിയിലുണ്ട്. പലപ്പോഴും OPയിൽ പരിശോധിക്കുന്നിടത്ത് സീനിയർ ഡോക്ടർമാരുടെ കുറവാണ് മറ്റൊരു പ്രശ്നവും. സീനിയർ ഡോക്ടർമാർ OPയിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹൗസ് സർജൻസി ഡോക്ടറാണ് പലപ്പോഴും OPയിൽ വന്ന് പരിശോധന പോലും നടത്താറുള്ളത്. അതോടൊപ്പം ഇവിടെ ഓരോ ആശുപത്രികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇതിൽ എന്ത് ഇടപെടലാണ് നടത്തുക എന്നത് നമുക്ക് വ്യക്തമല്ല.